ഡോക്ടർ, ഈ രോഗാവസ്ഥ പെട്ടെന്നുണ്ടാകുന്നതാണോ അതോ കാലക്രമേണ സംഭവിക്കുന്നതാണോ? അതുപോലെ രണ്ടു കണ്ണുകളെയും ഈ രോഗാവസ്ഥ ഒരുമിച്ച് ബാധിക്കുമോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് തരത്തിലുള്ള ഗ്ലോക്കോമയുണ്ടെന്ന്. ആംഗിൾ ക്ലോസ്ഡ് ആയതും ആംഗിൾ ഓപ്പൺ ആയതും. അപ്പോൾ ഈ ഓപ്പൺ ആയ ആംഗിൾ ഉള്ള ഗ്ലോക്കോമകളിൽ പതുക്കെ പതുക്കെയാണ് രോഗം ബാധിക്കുന്നത്. അവരിൽ നമുക്ക് ഈ രോഗലക്ഷണങ്ങളൊന്നും തന്നെ കാണുകയില്ല. കാരണം നമ്മളുടെ ഗ്ലോക്കോമ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള കാഴ്ചശക്തിയെയാണ് അത് നഷ്ടപ്പെടുത്തുന്നത്. നമ്മളത് അറിഞ്ഞു വരുമ്പോഴത്തേനും നേരെയുള്ള കാഴ്ച അല്ലെങ്കിൽ സെൻട്രൽ വിഷനും അഫക്റ്റ് ചെയ്യുമ്പോഴേ നമ്മളത് മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഓപ്പൺ ആംഗിളായിട്ടുള്ള ഗ്ലോക്കോമയുള്ള ഒരു രോഗി മിക്കവാറും അത് സെൻട്രൽ വിഷനെ ബാധിക്കുമ്പോഴാണ് രോഗ ഡോക്ടറെ അടുത്ത് ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വരുന്നത്. അതേസമയം ഒരു ആംഗിള് ക്ലോസ്ഡ് അല്ലെങ്കിൽ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ക്ലോസ്ഡ് ആണെങ്കിൽ അവരിൽ ഈ രോഗലക്ഷണങ്ങൾ കാണാം. പെട്ടെന്ന് വേദന വരിക, ചുമപ്പ് വരിക, പെട്ടെന്നൊരു കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് കുറയുക, ഛർദി ഉണ്ടാകുക, അങ്ങനെയൊക്കെ ആ ടൈപ്പ് ഓഫ് ഗ്ലോക്കോമയിൽ പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പം ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പ്രാരംഭ ദശയിൽ ഗ്ലോക്കോമയുള്ള രോഗികൾക്ക് യാതൊരുവിധ രോഗലക്ഷണങ്ങളും കാണുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്ലോക്കോമയെ കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്ന് പറയുന്നത്. ആംഗിൾ ക്ലോസ്ഡ് ആയവരിൽ കൂടുതൽ സമയം ഇരുന്ന് വായിക്കുക അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൽ വായിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ തലവേദന, വെള്ളം വരിക, ചെറുതായിട്ട് കാഴ്ച മങ്ങുക, പ്രകാശത്തിൽ നോക്കുമ്പോൾ ചുറ്റിനും നിറമുള്ള വലയങ്ങൾ ഉണ്ടാകുക, അതൊക്കെയായിരിക്കാം മിക്കവാറും രോഗലക്ഷണങ്ങൾ. പിന്നെ എല്ലാ ഗ്ലോക്കോമകളും രണ്ട് തരത്തിലുണ്ട്. പ്രൈമറി എന്നും പറയും, സെക്കൻഡറി എന്നും പറയും. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ ഗ്ലോക്കോമ മാത്രം അസുഖം. സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ വേറെ എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു, അതിൽ നിന്നും ഗ്ലോക്കോമ വരുന്നു. അപ്പോൾ ഈ പ്രൈമറി ഗ്ലോക്കോമകളിൽ രണ്ട് കണ്ണും സാധാരണ അഫക്റ്റഡ് ആയിരിക്കും, ബാധിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഈ നേത്രനാടിക്കുള്ള കേടുപാടുകൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അപ്പോൾ എല്ലാ ഗ്ലോക്കോമകളും രണ്ട് കണ്ണിനെയും ബാധിക്കത്തില്ല. പ്രൈമറി ഗ്ലോക്കോമകളാണ് രണ്ട് കണ്ണിനെയും അധികം ബാധിക്കുന്നത്. സെക്കൻഡറി ഗ്ലോക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അസുഖങ്ങൾ കണ്ണിൽ കാണും. അപ്പോൾ അതിൻ്റെ രോഗലക്ഷണങ്ങളും കാണും. മിക്കവാറും ഒരു കണ്ണിനെ ആയിരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നത്.